എടാ ഗോവിന്ദോ, എന്തോ നമ്മുടെ മുഖ്യം വാക്ക് പാലിച്ചടാ. ദേ കൊണ്ടുപോയതൊക്കെ തിരിച്ചേൽപ്പിക്കാൻ അവളുമാര് വരുന്നു. മുകുന്ദ മുതലാളി ആരാണെന്ന് ആ കഴിവേറുമൊക്കെ ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും. മുഖ്യന് നൊന്തു, അവക്ക് കൊണ്ടു. ഇത് അവളല്ലല്ലോ, വേറൊരുത്തിയാ. ഐ എം ശ്രീദേവി, കമ്മീഷണർ ഓഫ് പോലീസ്. ശ്രീദേവിയോ? ഈ പേരും പറഞ്ഞല്ലേ നേരത്തെ ഒരുത്തി വന്നത്? ഇതെന്താ, കാക്കിട്ട പെണ്ണുങ്ങൾക്കെല്ലാം ഒരേ പേര് തന്നെയാണോ? ആക്ച്വലി യു ആർ ചീറ്റഡ്. എന്റെ പേരും പറഞ്ഞ ഏതോ ഒരു പെണ്ണ് നിങ്ങളെ കബളിപ്പിച്ചിരിക്കുകയാണ്. എന്റെ ദേവി, എന്തായി കേക്കണത്? പോലീസ് വേഷവും കെട്ടി വന്ന് പട്ടാപ്പകൽ വീട് കൊള്ളയടിക്കാൻ ഇതെന്താ ചമ്പൽക്കാടോ? അതോ കൊച്ചുപിള്ളേരുടെ കള്ളനും പോലീസും കളിയോ? ഇതെല്ലാം വേഷം കെട്ടാ. ഇതിന്റെ പുറകിൽ എന്തോ കളിയുണ്ട്. ഇതുപോലെ വന്ന് ഗോമരം തുള്ളിയവളാ മറ്റവളും. ആട്ടെ, നിങ്ങളും വ്യാജനല്ലെന്ന് എന്താ തെളിവ്? നോ, ഐ എം ദി ഒറിജിനൽ കമ്മീഷണർ ശ്രീദേവി IPS. കള്ളു കച്ചവടത്തിൽ ഞങ്ങൾ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിറക്കാറുണ്ട്. പക്ഷെ പോലീസ് വേഷത്തിൽ ഇത് ആദ്യമായിട്ടാ. ചേട്ടാ, ഇതൊക്കെ വിറ്റകളുടെ ഒത്തുകളിയാ. എടി പുല്ലേ, നിനക്ക് ഈ മുകുന്ദനെ ശരിക്കും അറിയില്ല. കന്നിമാസത്തിൽ ഭ്രാന്ത് കയറിയ കൊടിച്ചുപട്ടിയെ പോലെ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേറെ ആളെ നോക്കാം. ഒരു പോലീസ് കമ്മീഷണറോടാണ് സംസാരിക്കുന്ന കാര്യം മറക്കുന്നു. എന്റെ പേരിൽ നടന്ന ചീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ തന്റെ പല്ല് 32 അടിച്ച് ഞാൻ താഴെ ഇട്ടേനെ. യുനോ, പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫറിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു പക്ഷേ പനിഷ്മെന്റ് വിത്ത് ട്രാൻസ്ഫറിൽ തിരിച്ചു പോകേണ്ടി വന്നേക്കാം. രണ്ടായാലും ജീവിക്കാൻ വേണ്ട മാസ ശമ്പളത്തിന്റെ അക്കം എനിക്കൊന്നു തന്നെയാ. സുരേഷ്, FIR തയ്യാറാക്ക്. ഫോളോ മീ. Bring him. ഇതല്ലേ മുകുന്ദന്റെ ജ്വല്ലറി? അതെ. നീ ആരാ? മുകുന്ദന്റെ മകനാ. പേരില്ലടാ റാസ്കൽ. ഈ കടയിലാണോ കൊടുത്തത്? അതെ. ഇയാള് മോഷ്ടിച്ചുകൊണ്ട് വരുന്ന സ്വർണ്ണ ഉരുപ്പടികളെല്ലാം നിങ്ങളാണ് വിലക്ക് വാങ്ങിക്കാറ് അല്ലേ? പച്ചക്കള്ളം. ഇയാളെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇയാളുടെ അച്ഛനുമായിട്ടാണ് സാർ എനിക്ക് സർവ്വ ഇടപാടുകളും. കഴിഞ്ഞ ആഴ്ചയല്ലേ 3000 മോഷ്ടിച്ച് 40 പവനും കല്ലൂക്കാട് കൃഷ്ണന്റെ അമ്പലത്തിൽ തിരുവാഭരണം കൊണ്ടുവന്ന് കൊടുത്തത് ഇല്ലേ? നോടാ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നോടാ. ഈ ജ്വല്ലറിയിലെ എല്ലാ ഓർണമെന്റ്സും തൽക്കാലം ഞങ്ങളുടെ കസ്റ്റഡി വെച്ചേ പറ്റൂ. ടേക്ക് എവരിതിങ്. ഞങ്ങൾ ആരെയും സ്വർണ്ണം മോഷ്ടിച്ചിട്ടില്ല. ഇത് ചതിയാണ്. എനിക്ക് എന്റെ അച്ഛനൊന്ന് ഫോൺ ചെയ്യണം. നിന്റെ അച്ഛൻ അവൻ ഭൂലോക കള്ളനാ, നമ്പർ 1 ഫ്രോഡ്. ഓർണമെന്റ്സ് മാത്രമല്ല, നീ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. അയ്യോ, കൃഷ്ണനെ കൊണ്ടുവരും. അവൻ വെറും പാവ. കൊച്ചിനല്ല ഉണ്ടതെന്നാ പോരി. യെസ് മാഡം. മാഡം, ഈ CI മന്മഥം പോറ്റി SI ഏറ്റെടുത്തിട്ടുള്ള ഓരോ ഓപ്പറേഷൻസും ഇതുവരെ പിഴച്ചിട്ടില്ല മാഡം. ഓ മൈ ഗോഡ്, ഇവിടെയും പോലീസ്. നമുക്ക് തിരിച്ചു പോയാലോ? അവിടെ പോലീസ് ബ്ലോക്ക് ചെയ്തതുകൊണ്ടല്ലേ നമ്മൾ ഈ വഴി വന്നത്. അവരെല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തു. ഇനി ഒറ്റ മാർഗ്ഗമുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവനെ കൊണ്ട് രക്ഷപ്പെടണം. അപ്പൊ ചേച്ചി, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവണം, അവരുടെ ശ്രദ്ധ തിരിക്കാൻ. കമോൺ, ഹറി അപ്പ്. ഇറങ്ങി പോണം. ഇവരെ കാറിൽ കയറ്റി വേഗം വിട്ടോ. ബി കെയർഫുൾ. നിങ്ങൾ പോയിക്കോ. എന്ത്? പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷൻ റെക്കമെൻഡ് ചെയ്യാവുന്നോ? താങ്ക് യു മാഡം, താങ്ക് യു. ഐ എം റിയലി ഹാപ്പി. ഓവർ ഇംഗ്ലീഷ് ഓവർ ആക്കാതോ. എന്തിനാ എപ്പോഴും ഇങ്ങനെ കാല് പിടിക്കുന്നു? എത്ര വലിയ ആൾമാറാട്ടക്കാരിയായിരുന്നാലും ഈ CI മന്മഥം പോറ്റി SIയുടെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് മാഡം അല്ലല്ലോ. അല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ താരാ? അത് മറ്റവളായിരിക്കും. ചവിട്ടി വിടറോ? Side.
ഇത് അവളുടെ ജീപ്പല്ലേ? അതെ സാർ. ആ, നിങ്ങൾ ഇവിടെ കാവലുണ്ടാവണം. ഒരു വഴിയിലൂടെ അവള് രക്ഷപ്പെടരുത്. ആ, അതാ അവളല്ലേ പോകുന്നത്. തങ്കപ്പാ, follow me. നമുക്കൊന്നും കൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് മേലോട്ട് കയറിയാലോ? 25 നിലയല്ലേ ഉള്ളൂ. എന്താ സാർ? ഒരു കൂടി സാമ്പ്രാണി. സോറി സാർ. വാടോ. സാമ്പ്രാണി ശരിക്കും പോയിച്ച അവളെ പുറത്തിയായിരിക്കാം സാർ. ഇടി നിന്നെ നീ നിൽക്കുന്ന ആൾമാറാട്ടക്കാരി. ഇക്കുറി പ്രമോഷന്റെ ഇന്ന് മിസ്സാവൂല. ഇതെന്താ വടി പോലെ മരവിച്ചു പോയോ? എന്തായി കാണിക്കുന്നത്? ഒരു ഇൻവെസ്റ്റിഗേഷൻ. എന്തോന്ന് ഇൻവെസ്റ്റിഗേഷൻ? സോറി, ഇത് പ്രതിമയാണെന്ന് അറിഞ്ഞിരുന്നില്ല. സാറ് കണ്ടോ? ഞാൻ കണ്ടോണ്ടിരിക്കുവാടാ. താന്റെ പോയി ഓയ് പിടിക്കണോ? മന്മഥൻ സാറേ, അവൾ ഇവിടെ ഉണ്ട്, ഓടിവാ. എവിടെ എവിടെ? അവൾ ഈ ബാത്റൂമിൽ കയറുന്നത് ഞാൻ കണ്ടു. വാതിലോടക്കടി. സാറ് പറഞ്ഞത് കേട്ടില്ലേ? വാതിൽ ഓർക്കാൻ. മന്മഥനെ മൂത്രം ഒഴിച്ച് മണ്ടനാക്കാൻ നോക്കണ്ട. മര്യാദക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. ഈ CI മന്മഥൻ SI ആണ് പറയുന്നത്. നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. സാറിന്റെ പ്രൊമോഷൻ ഈ മൂത്രപ്പുരയിൽ. മുഖസ്തുതി പറയാന്ന് പറഞ്ഞോളൂ, വിചാരിക്കുന്നു. പറഞ്ഞോളൂ. സാറിന്റെ ബുദ്ധിക്കും ശക്തിക്കുമുള്ള അംഗീകാരമാണ് ഈ പ്രൊമോഷൻ. എല്ലാം തൃപ്രയാർപ്പന്റെ കടാക്ഷം. എടി വാതിലോർക്കാൻ. സാറേ, ഇവള് വാതിലോർക്കുന്ന ലക്ഷണം കാണുന്നില്ല. ചവിട്ടി പൊളിച്ചാലേ ഈ പ്രൊമോഷൻ കൈയോടെ പിടിക്കാൻ പറ്റൂ. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. നീ വായിൽ ഉറക്കില്ലല്ലേടി? അയ്യോ, ഇറങ്ങി പോടോ. സോറി, തെറ്റിദ്ധരിക്കരുത്. പോലീസ് വേഷം നടക്കുന്ന സ്ത്രീകളെ ശല്യം ചെയ്യാൻ. എന്റെ പൊന്നു പെങ്ങളെ, ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് മൂത്രപ്പുരക്കകത്താണോ തന്റെ ഇൻവെസ്റ്റിഗേഷൻ? അന്വേഷിച്ച് വന്നപ്പോ അതൊരു മൂത്രപ്പുര ആയിപ്പോയി. തൃപ്രയാർ അപ്പനാണ് അങ്ങനെയാണ് സംഭവിച്ചത്. ഇതിനൊക്കെ കാരണം ദേ ഇവനാ. ഒരു പ്രൊമോഷൻ കിട്ടുമെന്ന് കരുതിയതാ. ഞാനും ഇപ്പൊ ഡീ പ്രൊമോഷൻ ആകുന്ന ലക്ഷണമാണ്. ഹലോ, ഏ? ഹായ്, ആ, ഐ എം ഇന്ദു, ഓ, ഫ്രീലാൻസ് ജേർണലിസ്റ്റ്. ആ. പ്രമാദമായ ഒരു ആൾമാറാട്ട കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ ജേർണലിസ്റ്റുകൾക്ക് ഇതൊക്കെ അന്വേഷിക്കലല്ലേ പണി. ഓഹോ. പിന്നെ ആ. ഈ പൗരുഷം നിറഞ്ഞ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ആളൊരു കേമനാണെന്ന്. സോറി സാർ. എന്താ പേര്? CI മന്മഥൻ പോറ്റി SI. സി മന്മഥൻ പോറ്റി SIO. എന്ന് വെച്ചാ മന്മഥൻ പോറ്റി വെറും SI യാ. CA എന്നുള്ളത് ഇനീഷ്യലാ. സോറി സാർ. സാറിന്റെ ഈ സ്മാർട്ട്നെസ്സും കഴിവും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. മാരീഡ് ആണോ? ഇതുവരെ അല്ല. റിയലി? ഇതെന്താ കയ്യിലൊരു യൂണിഫോം? ആ, ഒരു കേസിന്റെ തൊണ്ടിയാ, ഇത്രേ കിട്ടിയുള്ളൂ. ഒരു ജേർണലിസ്റ്റിന്റെ ബുദ്ധി ഉപയോഗിച്ച് കുപ്പായി നോക്കി എന്തെങ്കിലും ക്ലൂ തരാൻ പറ്റുമോ നോക്കട്ടെ. ഷോമി. എന്താ വാടോ വായി നോക്കിയിരിക്കുന്നത്? പോയി ജീപ്പ് എടുത്തോണ്ട് വാടോ. ഈ മുഖം ഞാൻ ജന്മത്തിൽ എവിടെയോ കണ്ടു മറന്ന പോലെ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഒരു ക്ലൂവും കിട്ടിയില്ല. വരട്ടെ. വീട് എവിടെയാ? അത് ഞാൻ പറയില്ല. ഈ സിറ്റി തന്നെയാ. യു ഫൈൻഡ് ഇറ്റ് ഔട്ട്. എന്റെ സ്വപ്നത്തെ കസവണയിച്ച സുന്ദരി.